ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. കഴിഞ്ഞ ആഴ്ച OTT റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെ എന്നുള്ളതാണ്. ഡിസംബർ മാസം 8-ാം തീയതി മുതൽ 14-ാം തീയതി വരെ OTT റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. സിനിമകളും സീരീസുകളും ഏതൊക്കെ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. OTT അപ്ഡേറ്റും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഓഫീസിൻ്റെ ഉദ്ഘാടന കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ലാസ്റ്റ് ഇടാം. ഓക്കെ, അപ്പം ഏതൊക്കെ അപ്ഡേറ്റുകളാണ് നോക്കാം, ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം. അതിലൊന്നാമതുള്ളത് കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് എന്ന സിനിമയാണ്. ഈ സിനിമ കുറേ കാലമായിട്ട് ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയാണ്. ഈ സിനിമ എന്നാണ് OTT റിലീസ് ചെയ്യുക എന്നുള്ളത്. കഴിഞ്ഞ ദിവസം ഈ സിനിമ ഫ്ലവേഴ്സ് ചാനൽ ടെലിവിഷൻ പ്രീമിയർ ആയിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. പ്രീമിയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ TV റിപ്പ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. എന്നാൽ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത് തന്നെ OTT റിലീസ് ചെയ്യുന്നതായിരിക്കും. അടുത്ത ഒരു തമിഴ് ഡബ്ഡ് മൂവിയാണ്. റോബിൻ ഹുഡ് എന്നാണ് ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയുടെ പേര് വരുന്നത്. തമിഴിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു ഇംഗ്ലീഷ് ബയോഗ്രാഫി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് ക്രിസ്റ്റി എന്ന് പറയുന്ന സിനിമ. സിഡ്നി സീനിയൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമ ആപ്പിൾ TV പ്ലസിൽ റെന്റ് ഓപ്ഷനിൽ അവൈലബിൾ ആണ്. അടുത്തൊരു സീരീസാണ്, ഒരു ഹിന്ദി സീരീസാണ്. റിയൽ കാശ്മീർ ഫുട്ബോൾ ക്ലബ്ബ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. 2 എപ്പിസോഡുകളാണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് സോണി ലിവിലാണ് ഈ ഒരു സിനിമ, സ്പോർട്സ് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു മലയാളം ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് ജീവൻ എന്ന് പറഞ്ഞ സിനിമ. മാക്സിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത ദ ലോങ് വാക്ക് എന്ന് പറഞ്ഞൊരു സയൻസ് ഫിക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ ആമസോൺ പ്രൈമിൽ ആപ്പിൾ TV പ്ലസിൽ റെന്റ് ഓപ്ഷനിലാണ് ഇപ്പോൾ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത മലയാളത്തിൽ റിലീസ് ചെയ്ത ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമയാണ്. കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡുകളൊക്കെ നേടി കരസ്ഥമാക്കിയ സിനിമയാണ്. മാക്സിലാണ് ഈ സിനിമ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെട്ട തമിഴ് മൂവിയാണ് ആരോമല എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ഇപ്പോൾ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ത്രില്ലർ മൂവിയാണ്. അർജുന, ഐശ്വര്യ രാജേഷ് ഒക്കെ പ്രധാന വേഷം കൈകാര്യം തീയവർ കുലൈ നടുക എന്ന് പറഞ്ഞ സിനിമ. സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോമിൽ തമിഴ് ഭാഷയിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ഇംഗ്ലീഷ് കോമഡി ഡ്രാമ മിസ്റ്ററി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് വേക്കപ്പ് ഡെഡ് മാൻ നെക്സ് ഔട്ട് മിസ്റ്ററി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ ഇംഗ്ലീഷ് ഭാഷയിൽ ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ് ദ ഗ്രേറ്റ് ഷംസുദ്ദീൻ ഫാമിലി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിൽ ഹിന്ദി ഭാഷയിലാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു ഹിന്ദി സീരീസാണ് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്നത് സിംഗിൾ പപ്പ എന്ന് പറയുന്ന സിനിമ. നെറ്റ്ഫ്ലിക്സിലാണ് ഈ സിനിമ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഹിന്ദി മൂവിയാണ് സാലി മുഹമ്മദ് പറഞ്ഞ ഹിന്ദി ഡയറക്റ്റ് OTT റിലീസാണ്. C5 വഴി ഇപ്പോൾ അവൈലബിൾ ആണ്. നമ്മുടെ രാധിക ആപ്തയൊക്കെ പ്രധാന വേഷം കൈകാര്യം സിനിമയാണ്. അടുത്തത് നമ്മൾ ദുൽഖർ സൽമാന്റെ ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് സിനിമയായിരുന്നു കാന്ത എന്ന് പറയുന്ന സിനിമ. തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളിൽ നെറ്റ്ഫ്ലിക്സിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് സീരീസാണ് 3 റോസസ് എന്ന സീരീസിന്റെ 2ാമത്തെ സീസണാണ്. തെലുങ്ക് ഭാഷയിൽ ഈ ഒരു സീരീസ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തൊരു സയൻസ് ഫിക്ഷൻ ആക്ഷൻ സൂപ്പർ ഹീറോ അഡ്വഞ്ചർ ആയ സൂപ്പർ ഹീറോ മൂവിയാണ് സൂപ്പർമാൻ എന്ന് പറയുന്ന സിനിമ. ജിയോ ഹോട്ട്സ്റ്റാറിൽ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ജിയോ ഹോട്ട്സ്റ്റാർ കൂടാതെ ബുക്ക് മൈ ഷോസ് ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. അടുത്തത് ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഇംഗ്ലീഷ് സീരീസ് ആണ് മാൻ വേഴ്സസ് ബേബി എന്നാണ് സീരീസിന്റെ പേര്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ദിവ്യപിള്ള പ്രധാന വേഷം കൈകാര്യം ഒരു ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന മൂവിയാണ് അന്ധകാര എന്ന് പറഞ്ഞ മലയാള സിനിമ. സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു മലയാള സിനിമയാണ് ബെസ്റ്റി എന്ന് പറയുന്ന ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. മാക്സിലാണ് ഈ സിനിമ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തും മാക്സിൽ റിലീസ് ചെയ്ത ഒരു മലയാള സിനിമയാണ് ഫാർ എന്ന് പറഞ്ഞ സിനിമ. ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമ മാക്സിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഔട്ട് ഹൗസ് എന്ന് പറഞ്ഞൊരു ഒരു റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഹിന്ദി മൂവി റിലീസ് ചെയ്തിട്ടുണ്ട്. വേവ്സ് OTT പ്ലാറ്റ്ഫോമിലാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കൊറിയൻ മൂവിയാണ് നോയ്സസ് എന്ന് പറഞ്ഞ സിനിമ. ആമസോൺ പ്രൈമിൽ റെന്റ് ഓപ്ഷനിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. ഇംഗ്ലീഷ് സബ്ടൈറ്റിലൊക്കെ അവൈലബിൾ ആണ്.
അപ്പോൾ 23 റിലീസുകളാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് OTT റിലീസ് ചെയ്തത്. ഈ സിനിമകളും സീരീസുകളായിട്ട് ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നിങ്ങൾ കണ്ടത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.